പ്ലേ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് എൻ്റെ ജീവിതത്തിലെ അര ദിവസമാണ് കേട്ടോ കാണിക്കുന്നത്. കാലത്ത് എഴുന്നേക്കാൻ തന്നെ ഭയങ്കര മടി, വീണ്ടും കിടക്കണം. ഇത്തിരിയുടെ കിടക്കാമല്ലോ എന്ന് വിചാരിച്ച് കിടക്കുമ്പോൾ സമയം പോയി. പിന്നെ അങ്ങനെ വേഗം തന്നെ ചാടിപ്പടഞ്ഞ് എഴുന്നേറ്റു. നമ്മൾ നിത്യേന ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ കുറച്ചൊക്കെ ചെയ്യണ്ടേ. മടി മൂലം തീരെ വയ്യ. ജനലൊക്കെ ഒന്ന് തുറന്നിട്ട് പുറത്തേക്കൊക്കെ നമ്മൾ നോക്കുക, എയറൊക്കെ കുറച്ച് കയറട്ടെ. പിന്നെ ചെറിയ രീതിയിൽ എക്സസൈസൊക്കെ ചെയ്ത് അങ്ങനെ തന്നെ പിന്നെ അടുത്തായിട്ട് പല്ല് തേക്കാൻ പോയി. പല്ല് തേച്ച് വന്ന് സ്ഥിരമായിട്ട് ഞാൻ ചെയ്യുന്നതാണ് കേട്ടോ. രാവിലെ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കും. പിന്നെ ഇത്തിരി എണ്ണയൊക്കെ തലയിലൊക്കെ തേച്ച്, അതേപോലെ ഇത്തിരി വെളിച്ചെണ്ണയൊക്കെ മുഖത്തും കൈമലും ഒക്കെ ഒന്ന് തേച്ച് വീണ്ടും നമ്മൾ അടുത്ത പരിപാടിയിലേക്ക് തുടങ്ങുകയാണ്. അടുത്ത പരിപാടി എന്താണെന്ന് ചോദിച്ചാൽ അലക്കൽ പരിപാടികളാണ്. അലക്കൽ കുറച്ച് അലക്കാനുണ്ടുള്ളതൊക്കെ കുറച്ച് അലക്ക്. ശേഷം നമ്മൾ അങ്ങനെ മുറ്റം അടിക്കാനായിട്ട്, നമ്മുടെ മുറ്റം എന്ന് പറഞ്ഞാൽ വിശാലമായി കിടക്കുന്നതാണ്. പിന്നെ നമ്മളൊരു ചെറിയൊരു വെള്ളയപ്പമൊക്കെ ഉണ്ടാക്കി. പ്രത്യേകിച്ച് കറിയൊന്നുമില്ല, പാലാണ് കൊച്ചിനിഷ്ടം, നാളികേരപ്പാൽ. അത് കാരണം അത് സെറ്റാക്കി, അതൊക്കെ അടിച്ച് സെറ്റാക്കി വെച്ചു. നമ്മൾ അവിടെ വെച്ചാൽ മതി, ആൾക്കെടുത്ത് കഴിച്ചോളും. പിന്നെ ഞാനൊരു ഗ്ലാസ് കാപ്പി കുടിക്കാമല്ലോ എന്ന് വിചാരിച്ചു. പിന്നെ ഇത്രയൊക്കെ ഓടി നടന്നതല്ലേ, അപ്പോൾ അങ്ങനെ ചെറിയൊരു ഗ്ലാസ് ചായയൊക്കെ ഇട്ട് കുടിച്ച് അങ്ങനെ വീണ്ടും കുടിച്ചിട്ട് നമ്മൾ പുറത്തേക്കുള്ള പരിപാടിക്ക് കഴിക്കും. ഒരു ചെറിയൊരു കാടമുട്ട അതിനോടൊപ്പം കഴിക്കും. അങ്ങനെ നമ്മുടെ ഫ്രണ്ടിലേക്ക് വന്ന് അവിടെ കാറ് കഴുകണ്ടായി ഹസ്ബൻഡ്. റേഡിയോ ഒക്കെ ഒന്ന്, എൻ്റെ അടുക്കള കൂട്ടുകാരിയാണ് റേഡിയോ. പിന്നെ നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ നിന്ന് തന്നെ 2-3 പടവലങ്ങ ഉണ്ടായി, അവിടെ ഇവിടെയൊക്കെയാണ് നിൽക്കുന്നത്. പിന്നെ ഒരു 5-6 പച്ചമുളക് പൊട്ടിച്ചു. തൊട്ടിപ്പുറത്ത് കാന്താരിമുളക് നിൽക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ വേസ്റ്റ് ഡിസ്പോസൽ ചെറിയ രീതിക്ക് അതിലേക്കായി. പിന്നെ അപ്പോഴാണ് കണ്ടത് ഒരു പടവലങ്ങയും കൂടെ കിടക്കുന്നത്, അതും ഒന്ന് പൊട്ടിച്ചു. അങ്ങനെ 2 വേപ്പില വേണ്ടായിരുന്നു. ഇഷ്ടം പോലെ വേപ്പിലുണ്ട് കേട്ടോ, വലിയ വേപ്പ് മരമാണ്. അപ്പുറത്ത് ചെറുത് നിൽക്കുന്നുണ്ട്. പക്ഷേ അപ്പോഴത്തേക്ക് പിന്നെ എൻ്റെ മോൻ പോവാറായി. അങ്ങനെ അവർ പാപ്പാവിനെ കൊണ്ടുപോകാനായിട്ട് പോവുകയാണ്. അങ്ങനെ അവർ പോയി. ഞാൻ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. അങ്ങനെ പോയി കഴിഞ്ഞ് വീട്ടിൻ്റെ അവിടം വരെ വണ്ടി പോകുന്ന നോക്കി നിന്നു. തിരിച്ച് വീണ്ടും നമ്മളുടെ ബാക്കി പരിപാടി അടുപ്പിൻ്റെ അവിടേക്ക് തന്നെ വന്നു. അരി ഇടണം. അരി ഇടുന്നതിന് മുമ്പ് തന്നെ വെള്ളം തിളയ്ക്കുന്നുണ്ട്. അപ്പം നമ്മൾ കറിക്കൊക്കെ ഒഴിക്കാനായിട്ട് ഞാൻ ചൂടുവെള്ളമാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ തിളയ്ക്കുന്ന വെള്ളത്തിൽ നിന്ന് കുറച്ച് ചൂടുവെള്ളം ഒരു ജഗ്ഗിനകത്ത് നമ്മൾ 1-2 കപ്പ് വെള്ളം എടുത്ത് വയ്ക്കും. എന്നിട്ടാണ് നമ്മൾ ബാക്കി അരിയിടൽ കർമ്മം നടത്തുന്നത്. പിന്നെ അപ്പം തന്നെ ഒരു ലോഡ് പാത്രങ്ങൾ അറിയാലോ. പിന്നെ വെള്ളം ഇങ്ങനെ എടുത്ത് വെക്കുന്ന കറികളിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നതാണ്. തിളച്ച വെള്ളമാകുമ്പോൾ നമ്മൾ കറികളിൽ പച്ചവെള്ളം ചേർക്കണ്ടല്ലോ, അങ്ങനെ ഒരു സംഭവം. അങ്ങനെ ഞാൻ അരിയൊക്കെ ഇട്ട് സെറ്റായി. അങ്ങനെ നമ്മുടെ അടുക്കളയിലെ ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞു. എത്ര ക്ലീൻ ചെയ്താലും വീണ്ടും ഉണ്ടാവും, പിന്നെയും ഉണ്ടാവും. അപ്പുറത്ത് ഇപ്പുറത്ത് 2 അടുക്കളക്കാർക്കൊക്കെ ഉള്ളൊരു പരിപാടിയാണിത്. അപ്പോൾ ഇത് നമ്മുടെ വർക്ക് ഏരിയയിൽ നിന്നിട്ടുള്ള പരിപാടികളാണ്. അങ്ങനെ കുറേ ക്ലീൻ ചെയ്താലും വീണ്ടും ഉണ്ടാകും പാചകം. അങ്ങനെ നമ്മൾ ഉച്ചക്കത്തേക്കുള്ള ചോറൊക്കെ ആയി. ഇതാണ് നമ്മുടെ ചെറിയ വീഡിയോ.